പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 1-2 വർഷങ്ങളാണ് ഉദ്യോഗാർത്ഥി സംഘത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ നഷ്ടങ്ങളുടെ വർഷങ്ങളാണ്. വളരെ പ്രധാനപ്പെട്ട അവസ്ഥകളെ കടന്നുപോയ വർഷങ്ങളാണ് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ആലപ്പുഴയില് നമ്മുടെ പ്രിയപ്പെട്ട അജിത്തിന്റെ പൂർവ്വം എത്തിയിട്ടുണ്ട്. അതുപോലെ രാജവസിഷ്ഠർ, ബിബിയുടെ പ്രിയപ്പെട്ട നിയോഗന പോലെ കുസുമാണെങ്കിൽ ശിവരാമൻ ചേട്ടന്, NM ശശിയെ, R ഭാസ്കരൻ, ഡോക്ടർ KV നാഥ് തുടങ്ങി നിരവധി ആളുകൾ നമ്മെ വിട്ടുപോയ ഒരു കാലഘട്ടമാണ്, നഷ്ടങ്ങളുടെ ഒരു കാലമാണ് എന്ന് പറയുന്നത്. പക്ഷെ അത് സ്വാഭാവികമാണ്. മരണം ഒരു യാഥാർത്ഥ്യമാണ്. മരണത്തെ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷെ മരണത്തിൽ പോലും മരണത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് ജീവിച്ചിരിക്കുന്ന, അല്ലെ മരണത്തിൽ പോലും ഒരു വടസ്തവമായി മാറാൻ കഴിയുന്ന ആളുകൾ യുക്തിവാദികളാണ്. ഒരുപക്ഷെ ഇവിടെ അവയവദാനത്തെ കുറിച്ച്, നേത്രദാനത്തെ കുറിച്ചൊക്കെ വാചാലമായി സംസാരിക്കുന്ന ധാരാളം മാധ്യമങ്ങളുണ്ടെങ്കിലും കേരളത്തിൽ ശരീരദാനം നടത്തിയിട്ടുള്ള 99% പേരും യുക്തിവാദികളാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എത്ര ബോഡി ഞങ്ങളുടെ തന്നെ നേതൃത്വത്തിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അങ്ങനെ മരണത്തിൽ പോലും ഒരു മാതൃകയായി മാറാൻ കഴിഞ്ഞിട്ടുള്ള അപൂർവം യുക്തിവാദികൾ ഒരാളാണ് സുമനൻ സാർ എന്ന കാര്യത്തില് നമുക്ക് അഭിമാനമുണ്ട്. അതുകൊണ്ട് ഈ മരണത്തെ നമ്മള് സ്വാഭാവികമായ ഒരു വേദനാകരമായ കാര്യമാണെങ്കിൽ പോലും, വേർപാടുകള് കുടുംബത്തെ സംബന്ധിച്ച് വളരെയേറെ വേദനാകരമാണെങ്കിൽ പോലും ആ മരണത്തിലും നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരവസ്ഥ ഉണ്ട് എന്ന കാര്യത്തില് സംശയമില്ല. അപ്പൊ അത്തരം ഒരു വിജിഗീഷുവായി മരണത്തിൽ പോലും മരണത്തെ അതിജീവിച്ചു നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ സുമനൻ സാറിനെ നമുക്ക് സ്മരിക്കുമ്പോൾ അഭിമാനമുണ്ട്. സുമനൻ സാറിനെ കുറിച്ച് ധാരാളം കഥകളുണ്ട്. എല്ലാം പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞങ്ങളുടെ നാട്ടിലൊരു പോലീസുകാരന് ആലപ്പുഴയിൽ ജോലി ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. അയാളെ നാട്ടിൽ വരുമ്പോഴൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ സുമനൻ സാർ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു യുക്തിവാദി ഉണ്ട് ആലപ്പുഴ, അയാളെ കുറിച്ച് എനിക്കൊപ്പമില്ല. എന്താ കാര്യം എന്നും പുന്നപ്പുറം പോലീസ് സ്റ്റേഷൻ, പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലാ പോലീസ് സൂപ്രണ്ടിന് പരാതിയാണ്, ഇനി അമ്പലത്തിലുമായി കഴിയണം, ഇനി അമ്പലത്തിൽ ശബ്ദശൈലി, ഇന്ധന വിമർശനം, അങ്ങനെ നിരന്തരം ഒരു പരാതി എഴുതി കൊടുക്കുകയും അത് എഴുതി കൊടുക്കുക മാത്രമല്ല അത് ഫലപ്രദമാക്കി എടുക്കുന്നത് വരെ അതിന്റെ പുറകരിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു മനസ്സിലായി. അപ്പൊ അതൊരു പ്രതിബദ്ധതയാണ്, ഒരു സാമൂഹിക പ്രതിബദ്ധതയാണ്. നിലവിലുള്ള ഒരു നിയമം അത് നടപ്പിലാക്കിയാൽ മതിയാവും എന്നുള്ളത്, അത് ഏത് ദേവേന്ദ്രനായാലും വേണ്ടില്ല, ഏത് അമ്പലമായാലും വേണ്ടില്ല, പള്ളിയായാലും വേണ്ടില്ല, ആ നിയമം നടപ്പിലാക്കണമെന്ന കാര്യത്തിൽ നിർബന്ധം ഉണ്ടാവുകയും അത് ജീവിതകാലം മുഴുവൻ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഇടമലം നോക്കാതെ നിലനിൽക്കുന്നതാണ്. സത്യത്തിൽ യുവതി സംഘത്തിന് എനിക്കൊരു 4 പതിറ്റാണ്ടാണ് അദ്ദേഹം ബന്ധം. പലപ്പോഴും പിണങ്ങിയിട്ടുണ്ട്, ഇണങ്ങിയിട്ടുണ്ട്. കാരണം വെച്ചാൽ സംഘടനയുടെ ഒരു 4 അതിരുകൾക്കുള്ളിൽ നിൽക്കുന്ന ഒരു സ്വഭാവമായിരുന്നില്ല അദ്ദേഹം. അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു യുവാ സംഘത്തിന്റെ ഔദ്യോഗിക ഭാരവാഹി ആകണമെന്നായില്ല, മറിച്ച് യുക്തിവാദം മുന്നോട്ട് വെക്കുന്ന MLA പറഞ്ഞ പോലെ യാതൊരു യുക്തിവാദമല്ല, യുക്തിവാദം എങ്ങനെ സമൂഹത്തിലെ ഓരോ ചിന്താ മേഖലയിലേക്ക് ഇറക്കിക്കൊണ്ടുവരാവുന്നു, അതിന്റെ പ്രായോഗിക പദ്ധതികളെ കുറിച്ച് വളരെ കൃത്യമായിട്ട് നടപ്പിലാക്കുകയും ചെയ്തതാണ്. ഇപ്പൊ പെരിയൂർ EV രാമസ്വാമിയാണ് തമിഴ്നാട്ടില് ഈ പറയുന്ന രാമനെതിരായിട്ട് ദ്രാവിഡ രാഷ്ട്രീയത്തെ ഉയർത്തിക്കൊണ്ടുവന്നതിൽ അദ്ദേഹം നേരിടുന്ന തരത്തിലുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതായത് പരസ്യമായി രാമവിഗ്രഹങ്ങളും കൊണ്ടുവന്ന് തല്ലിപ്പൊട്ടിക്കുകയും രാമന് വരെ രാവണനെ കീഴെ വിളിക്കുകയും ചെയ്തുകൊണ്ട് തമിഴ്നാട്ടിൽ യുക്തിവാദി പ്രസ്ഥാനത്തെ അതിശക്തമാക്കി എത്തിക്കൊണ്ടെന്നാണ് വലിയാണ്. അതിന്റെ ഒരു ചെറിയ പതിമായിരുന്നു സുമനൻ സാറിന് പറയാം. കാരണം രാമായണ മാസത്തിൽ രാവണ മാസം ആഘോഷിച്ചുകൊണ്ടാണ് അദ്ദേഹം പലപ്പോഴും ഇടപെടുന്നത്. നിരവധി വർഷങ്ങൾ, എല്ലാ വർഷങ്ങളിലും ഇവിടെ ഇപ്പം പറഞ്ഞു കഴിഞ്ഞു, അദ്ദേഹത്തിന് വീടിന് മുൻവശത്തെ ചായക്കടയിൽ ആർക്കും കർക്കിടക മാസത്തിൽ ചെന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോരാ സുമനൻ സാർ. കാരണം അതൊരു സമരമുഖമായിരുന്നു അദ്ദേഹത്തിന്റെ. അത് ഒരുപക്ഷെ പത്രത്തിലൊന്നും വന്നില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന ആദർശത്തിന്റെ, കാഴ്ചപ്പാടിന്റെ, സക്രിയമായ യുക്തിവാദത്തിന്റെ പ്രയോഗമായിരുന്നു. അതുപോലെ മറ്റൊന്നായിരുന്നു ചെങ്ങന്നൂര് ദേവിയുടെ തൃപ്പൂത്തിനെതിരെ ശ്രമം. ഇതൊക്കെ കേരളത്തെ അപഹസിക്കപ്പെടുന്ന, നമ്മളൊക്കെ വലിയ പ്രതിബദ്ധതയാണെന്ന് പ്രബുദ്ധ കേരളം എന്നൊക്കെ പറയുന്ന ഈ പ്രബുദ്ധ കേരളമൊന്നും അല്ല എന്നും, ഇത് ഈ അന്ധവിശ്വാസത്തിന്റെ, അനാചാരങ്ങളുടെയും, തോന്നിവാസങ്ങളുടെയും, മനുഷ്യദൈവങ്ങളുടെയും, അതുപോലെ തന്നെ വിശ്വാസ ആഭാസങ്ങളെയും ഒക്കെ തന്നെ പരസ്യമായി എതിർക്കാൻ പറയുന്നു. നമ്മുടെ അടുത്ത ഒരു രാഷ്ട്രീയക്കാരെ നിൽക്കുന്നില്ല. അല്ല, വേറൊരു സംഘടന, ശാസ്ത്ര പ്രചരിപ്പിക്കുന്ന സംഘടനകളൊക്കെ ഉണ്ട്, പുരോഗമന പ്രസംഗിക സംഘടനകളുണ്ട്, രക്തസാക്ഷിത്വത്തിന് അഭിമാനം എടുക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു പൊതു അനാശാസ പ്രവർത്തനത്തിനെതിരെ, അനാചാരങ്ങൾക്കെതിരെ പരസ്യമായി രംഗത്ത് വരാൻ മടിക്കുന്നവരാണ് ഇവർക്ക്. അത് ഭരണത്തിൽ ഇരിക്കുമ്പോഴായാലും കൊള്ളാം, പ്രതിപക്ഷത്തിരിക്കുമ്പോഴായാലും കൊള്ളാം. പക്ഷേ സുമനൻ സാറിന് അങ്ങനെ ഇടവരെ നോക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം
ഈ ചെങ്ങന്നൂർ ദേവിയുടെ തൃപ്പൂത്ത് തുണി പരസ്യമായി ഇതൊക്കെ എന്തൊരു ആഭാസം, നമുക്കൊന്നും ഒരു ആഭാസമാണെന്ന് തോന്നാറില്ല. ഭക്തി മൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഭ്രാന്താണ്. ഭ്രാന്തിനെ ചികിത്സ, ആ ഭ്രാന്തിനെ നിലനിർത്താനല്ല അതിനെതിരെ എതിർക്കുക എന്ന് പറയുന്നത് പലപ്പോഴും ആളുകൾക്ക് ഭയമുള്ള ഒരു കാര്യമാണ്. അത്ര വലിയ ആളുകൾക്ക് ഭയമുള്ളൂ. പക്ഷെ അതൊക്കെ ആ ഭയമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇത്തരം അനാവശ്യമായ കാര്യങ്ങൾക്കെതിരെ വളരെ കൃത്യമായ നിലപാടെടുക്കുകയും ആ നിലപാടുകള് പ്രയോഗിക്കാൻ അദ്ദേഹം ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്ക്, കൂട്ടുകൂടിയാണെങ്കിൽ അങ്ങനെ ആ രീതിയിലൊക്കെ നിലകൊണ്ട വളരെ കൃത്യമായ നിലപാടുണ്ടായിരുന്ന സുഗത സാറിന്റെ കാര്യത്തില് ഞങ്ങൾക്ക് വളരെ അഭിമാനം. മരണത്തിൽ പോലും അദ്ദേഹം താൻ മരിക്കുമെന്നറിയാം, മരിക്കുന്ന എല്ലാവർക്കും അറിയാം. പക്ഷെ മരിച്ചാൽ പോലും എങ്ങനെയായിരിക്കണം തന്റെ ശവസംസ്കാരം എന്നും അല്ലെങ്കിൽ അത് എങ്ങനെ നടപ്പിലാക്കണമെന്ന് വേണ്ടി ഒരു ഫണ്ട് തന്നെ അദ്ദേഹം മുൻകൂർ വിതരണം ചെയ്തിരുന്നതാണ്. നമുക്കത് ഇത്രമാത്രം കരുതലാണ് മനുഷ്യനുണ്ടായിരുന്നത് എന്ന് ഒരു യുക്തിവാദി, ഒരു കേവല യുക്തിവാദി എന്ന രീതിയിലല്ല, താൻ മരിച്ചു കഴിഞ്ഞാൽ പോലും എന്റെ രീതികൾ ഇങ്ങനെ ആവണം എന്ന നിർബന്ധബുദ്ധി ഉണ്ടായിരുന്ന അദ്ദേഹം ആ രീതിയിൽ കരുതലുണ്ടായി. അദ്ദേഹത്തിന്റെ ആ താല്പര്യത്തെ കൃത്യമായി പരിപാലിക്കാൻ കുടുംബം തയ്യാറായി. സത്യത്തില് ഈ കുടുംബത്തെയാണ് നമുക്ക് ഈ യോഗത്തില് അഭിനന്ദിക്കേണ്ടത്. കാരണം പലപ്പോഴും ഇവിടെ മുൻപ് സൂചിപ്പിച്ച പോലെ പല യുക്തിവാദികൾക്കും അത്തരം ഒരു ആദർശാത്മകമായ കുടുംബം ലഭ്യമാകാറില്ല. മരണത്തിൽ ചേർപ്പോൾ പലരും വലിയ പരാജയപ്പെടുത്തിയിട്ടുണ്ടാകും. പക്ഷെ ഇവിടെ മരണത്തിൽ പോലും വിജയിച്ച, അല്ലെ മരണത്തെ അതിജീവിച്ച സുബിന സാറിന്റെ കുടുംബത്തെ യുക്തിവാദി സംഘത്തിന്റെ പേരിൽ എല്ലാ അഭിമാനത്തോടുകൂടി അഭിവാദിക്കുന്നതിന് ഭാഗം അവസാനിപ്പിക്കും.